കശ്മീർ പുനഃസംഘടനാ ബിൽ നാളെ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കും. ബില്ലിൽ കേന്ദ്ര സർക്കാർ നിർണായക ഭേദഗതി വരുത്തിയേക്കും. ഒരു മാസത്തിൽ കൂടുതൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകും. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷാർഹമായ കുറ്റത്തിന് ജയിലിൽ കഴിയുന്ന മന്ത്രിമാർക്ക് നിയമം ബാധകമാകും. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, നാളെ ഈ ബില്ല് പാർലമെന്റിൽ എത്തുമ്പോൾ എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ നിലപാട്? ഒപ്പം ഇതിൽ എന്തൊക്കെ ഭേദഗതികൾ വരുത്താനാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ നീക്കം? പ്രജന, ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായിരുന്നു. പെട്ടെന്ന് മറ്റന്നാളാണ് ഈ സഭാ സമ്മേളനം അവസാനിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ലോക്സഭാ സെക്രട്ടറി ജനറൽ അയച്ച കത്തിൽ അദ്ദേഹം ഈ സഭാ നടപടികളിലൊക്കെ പെട്ടെന്ന് ഒരു ബില്ല് അവതരിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള സഭാ നടപടികൾ ലഘൂകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. നിർണായക ബില്ലാണ്, ജമ്മു കശ്മീർ പുനഃസംഘടനാ ബില്ലാണ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിൽ ചില നിർണായക ക്ലോസുകളും കേന്ദ്ര സർക്കാർ വച്ചിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരം നൽകുന്ന ചില ക്ലോസുകളാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഈ സംസ്ഥാനത്തെ മന്ത്രിമാർ 30 ദിവസത്തിൽ കൂടുതൽ, അതായത് 30 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നാൽ, 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റത്തിന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നാൽ 31ാമത്തെ ദിവസം ഈ മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരം നൽകുന്നതാണ് ഈ ക്ലോസ്. ഇത് മുഖ്യമന്ത്രിയുടെയോ ലഫ്റ്റനന്റ് ജനറലിന്റെയോ അഡ്വൈസിൽ ആയിരിക്കണം ഇത്തരത്തിൽ നടപടി. മുഖ്യമന്ത്രിയാണ് അങ്ങനെ കിടക്കുകയാണെങ്കിൽ ലഫ്റ്റനന്റ് ജനറൽക്ക് ആ മുഖ്യമന്ത്രി നീക്കം ചെയ്യാനുള്ള അധികാരം നൽകുന്നത് കൂടിയാണ് ഈ ഒരു നിയമം. നാളെ ആയിരിക്കും ഈ പാർലമെന്റിൽ സമ്മേളനം തീരാൻ 2 ദിവസം ബാക്കി നിൽക്കുകയാണ് ഇങ്ങനെ ഒരു ഭേദഗതി ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരാൻ പോകുന്നത്. എന്തായാലും പ്രതിപക്ഷം ഈ ബില്ലിനെ എതിർക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിർണായകമായ ബില്ലാണ്. 2019 ജമ്മു കശ്മീരിനെ വിഭജിച്ചുകൊണ്ട് ആർട്ടിക്കിൾ 370 സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്ന് ബില്ല് അവതരിപ്പിച്ചു. അതിനുശേഷം യൂണിയൻ ടെറിട്ടറിയാണ് ജമ്മു കശ്മീരും ലഡാക്കും. എന്തായാലും ഈ ജമ്മു കശ്മീർ പുനഃസംഘടന എത്രയും വേഗത്തിൽ നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു നടപടി. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.